ഹായ് ഓൾ, ഹെൽസ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്പോർട്സ് ബ്രാ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബാക്ക് ഹുക്കായിട്ടുള്ള ഒരു സ്പോർട്സ് ബ്രാ ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫുൾ കവറേജ് ആയിട്ടുള്ളൊരു ബ്രാ ആയിട്ട് യൂസ് ചെയ്യാം. കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു കംഫർട്ടബിൾ ബ്രാ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇന്ന് ഞാൻ മാനിക്യൂറിൽ ഇട്ടിരിക്കുന്നത്. ഈ ഒരു മാനിക്യൂറിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഫാബ്രിക് തന്നെയാണ്. എപ്പോഴും നമുക്ക് ഫാബ്രിക് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവണേ. ഇത് പ്യുവർ കോട്ടണിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. നമുക്ക് കോട്ടനകത്ത് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഹോസറി, അതൊരു ചെറിയൊരു ബനിയൻ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്യുമ്പോഴാട്ടോ ചില ഒരു ഫാബ്രിക്കിൽ ഡിഫറൻസും കാര്യങ്ങളും വരുത്തുന്നത്. നമുക്ക് ഇന്ന് തന്നെ നമ്മളിൽ തന്നെ അറിയാം അല്ലേ. കോട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ കുറേ കോട്ടൺ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും കോട്ടൺ എന്ന് പറയുന്നതും അതേപോലെ തന്നെ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കുന്നതും ഒക്കെ നമുക്ക് സ്ലൈറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്ലോത്തിനെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാനൊന്ന് കാണിച്ചത്. ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അടിയിലത്തെ ഒരു സ്റ്റിച്ചും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചോ. ഇത് കണ്ടോ, ഈ ഒരു സ്റ്റിച്ചും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതും കൂടെ ഈ ഒരു സൈഡിലേയും കൂടെ ഒരു സ്റ്റിഫ്നർ, ഇതൊരു ചെറിയ ഒരു സ്റ്റിഫ്നറിനൊക്കെ ഇത് കണ്ടോ. പക്ഷെ നമുക്ക് വേദന എടുക്കുന്ന സ്റ്റിഫ്നറോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്ന ടൈപ്പിലുള്ളതാണ്. ഇനി നമുക്ക് നേരെ മാനിക്യൂറിലേക്ക് വരാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല. നമുക്ക് നോർമലി സ്പോർട്സ് ബ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BCD കപ്പുകളിൽ യൂസ് ചെയ്യുന്നവർക്ക് കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ. ഒരു CD കപ്പുകളിലൊക്കെ പറയുമ്പോൾ എല്ലാ ബ്രാൻഡുകളിലും നമുക്ക് നോർമലി ഒരു സ്പോർട്സ് ബ്രായിൽ കപ്പുകൾ ഉണ്ടാവില്ല. കാരണം കോമൺ ആയിട്ട് ഉള്ള ഒരു സ്പോർട്സ് ബ്രാ എന്നുള്ള ഒരു സാധാരണ ഒരു രീതിയിലല്ലേ കണ്ടേക്കണേ. നമുക്ക് ഇങ്ങനത്തെ സ്പോർട്സ് ബ്രായിൽ വരുമ്പോൾ ഇല്ലേ CD കപ്പുകൾ നമുക്ക് കിട്ടാൻ പാടാം അല്ലേ. ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോള്, മീഡിയം, ലാർജ്, XL എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇത്തിരി വലിയ സൈസുള്ളവർക്ക്, കുറച്ച് വണ്ണമുണ്ട്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു XL ഇപ്പോൾ ഒരു 2XL വരെയാണ് ഇതിപ്പോൾ ചില ബ്രാൻഡ്സിൽ വന്നിരിക്കുന്നത്, അതും ചില മോഡൽ സ്പോർട്സ് ബ്രായിൽ. പക്ഷേ ഇങ്ങനത്തെ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഗുണം വരുന്നത് ഇതുപോലെ ഹുക്കുള്ളതാണ്. കണ്ടോ, ബാക്കിൽ ഇതുപോലെ ഹുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഹുക്കിൻ്റെ സപ്പോർട്ടും കിട്ടും. അതേപോലെ തന്നെ നല്ല കവറേജ്. നിങ്ങൾ ഈ ഒരു പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ. ബാക്ക് പോർഷൻ ഇവിടം വരേക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ അവിടെ ഉണ്ടായിരുന്ന ഫ്ലഷുകൾ കാര്യങ്ങളെല്ലാം ഉള്ളിൽ പോകും, കവറേജ് കിട്ടുന്നുണ്ട്. ഇത് സ്പോർട്സ് ബ്രാ അല്ലാട്ടോ ശരിക്കും. ഞാൻ അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് ശരിക്കും നോർമൽ ഫുൾ കവറേജ് ആയിട്ടുള്ളൊരു ബ്രാ തന്നെയാണ്. അപ്പോൾ ചിലവർക്ക് നമുക്ക് ഈ ബാക്ക് ഹുക്കായിട്ട് യൂസ് ചെയ്യണം, ഫുൾ കവറേജ് കിട്ടണം, സ്പോർട്സ് ബ്രായുടെയും കൂടെ ഒരു ഇത് കിട്ടണം എന്ന് പറയുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേപോലെ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഹുക്കാണ്. അപ്പം ഈ 3 ഹുക്കും ആയതുകൊണ്ട് നല്ല സപ്പോർട്ടും കൂടെ കിട്ടും. അപ്പം ഈ ഒരു പോർഷനിലെ കവറേജ് നീ മേളിലേക്ക് നോക്കുന്ന കവറേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല കവേർഡ് ആണെന്നുള്ളത്. അതേപോലെ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ നമ്മൾക്ക് മേളിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും എടുക്കുന്നതും. ഇത് താഴെ നിന്നും മേളിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് നമുക്ക് ഈ ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്, ഞാൻ അതുകൊണ്ടാണ് പ്രായമായിട്ടുള്ളവർക്ക് ഒരു കംഫർട്ടബിൾ ബ്രാ എന്ന് വേണമെന്നുള്ള രീതിയിലേക്കും ഈ ഒരു കാറ്റഗറി വേണമെങ്കിൽ ഈ ഒരു ബ്രാ പോവാമെന്ന് പറഞ്ഞത്. നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇനി അല്ല നോർമൽ ഒരു ഏജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് മേളിലോട്ടും കൂടെ കിട്ടുന്നുണ്ട്. മറ്റൊരു ഷോൾഡർ പെയിനൊക്കെ വേണ്ടിയിട്ടുള്ളവർക്കും ഞാൻ പറഞ്ഞല്ലോ, അതും നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പാറ്റേൺ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു നെറ്റല്ല, അത് ആക്ച്വലി ക്ലോത്തിൽ തന്നെ ഒരു കണ്ടോ ഹോൾസ് ചെയ്തിരിക്കുക. നെറ്റൊന്നും അല്ല, സെയിം ക്ലോത്തിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുക കണ്ടോ. എന്നിട്ട് ഈ ഒരു പോർഷൻ കവറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേറെ ഒരു ബുദ്ധിമുട്ടായി. കാരണം ഇത് ജസ്റ്റ് ഹോള് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു നെറ്റിൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ മറ്റേ എന്താ അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നുമല്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 845 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിലെ BCD കപ്പുകളിൽ 42 സൈസ് വരെയും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. BCD കപ്പുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. റെഡി ടു
അവൈലബിൾ ആണ്. നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഷോപ്പിൽ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 42 സൈസ് വരെയും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേണ്ടവർക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ ഈ ഒരു പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു ഈ സ്റ്റിച്ച് ഒന്ന് നോക്കിക്കോന്ന്. ആ സ്റ്റിച്ചാണ് നമുക്ക് ഇവിടത്തെ ഒരു സപ്പോർട്ട് തരുന്നത്. കണ്ടോ, നമ്മുടെ ഇവിടുത്തെ ബ്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഈ ഒരു ചെറിയൊരു സ്റ്റിഫ്നർ കൊടുത്താണ്. പിന്നെ ഈ ഒരു സ്റ്റിഫ്നർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഒന്ന് ചെറുതായിട്ട് ഓവർ കംപ്രസ്ഡ് എന്നല്ല കേട്ടോ, നല്ലതായിട്ടൊന്ന് കംപ്രസ് ചെയ്ത് വെച്ച് ഈ ഒരു കവറേജ് ഇത് ഇവിടുത്തെ പോർഷനിൽ കംപ്ലീറ്റ് പോയിട്ട് ഇത് കണ്ടോ ബാക്കിലേക്ക് ഇത്രയും കവർ ചെയ്താണ് നിൽക്കുന്നത്. നമുക്കൊരു അടിപൊളി പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും നല്ല രീതിയിലൊരു കവറേജ് ചെയ്ത് നല്ല കംഫർട്ടബിൾ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റിന് ഒരു നമ്പറാണ് ഇതിന് ആക്ച്വലി വരുന്നത് 93301 എന്നാണ്. അപ്പോൾ ഓർത്തിരുന്നില്ലെങ്കിലും ആ പ്രോഡക്റ്റ് നമ്പർ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ മോഡൽ നമ്പർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ സൈസ് കപ്പുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കാവുന്നതാണ്. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ കളേഴ്സ് നമുക്ക് ഇപ്പം തരുന്നത് ഒത്തിരി നമുക്ക് കമ്പനികൾ തരുന്നതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ കസ്റ്റമർ പറയുന്ന കളർ തന്നെ ചിലപ്പം തരണമെന്നില്ല. കാരണം നമ്മളൊരു ഷോപ്പല്ലല്ലോ ചെയ്യുന്ന, കമ്പനി എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ കുറേ ഷോപ്പുകളിൽ ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ കളേഴ്സിനകത്ത് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൈലബിൾ നമ്മുടെ ഷോപ്പിൽ ആ ഒരു പർട്ടിക്കുലർ സൈസിൽ അവൈലബിൾ ആക്കിയേക്കുന്ന കളേഴ്സ് ഏതാണെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്കൊരു കളർ ചോയ്സ് വെച്ച് ആ ഒരു കളറിൽ നമ്മൾക്ക് കമ്മിറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയില്ലേ, അതൊരു വിഷമം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കളർ ചോയ്സ് നമുക്ക് എന്താ പറയുക ഇന്ന കളർ തന്നെ. കാരണം വീഡിയോ കാണിക്കുന്ന കളേഴ്സ് തന്നെ കസ്റ്റമേഴ്സ് ചോദിക്കണവരുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ആരെങ്കിലും കൂട്ടത്തിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.